പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, പണിക്ക് പോയിരിക്കുന്ന അപ്പൻ രാത്രി ഭക്ഷണത്തിലുള്ള വകയും കൊണ്ടുവരുമെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മയും മക്കളും കാത്തിരിക്കണ പോലെ ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിൽ ഘടകങ്ങളിലേക്ക് കടന്നു പോകാൻ വേണ്ടി ഈ പ്രാർത്ഥനയും കാത്തിരിക്കുന്ന അനേക ആയിരങ്ങളുണ്ട് ഇസ്രായേൽ ലോകം മുഴുവനും. ആ മക്കളെയെല്ലാം ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. ഓർത്തുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് മക്കളെ നിങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഇന്ന് ആശുപത്രിയിൽ പോകുന്നവരുണ്ട് ഈശോയെ. ഇന്ന് ഓപ്പറേഷന് ഡേറ്റ് ഇട്ടിട്ടുള്ളവരുണ്ട് ഈശോ. അവരെ ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു.
കർത്താവ് അവരെ സന്ധിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ. ഇന്ന് സ്കാനിങ്ങിന് പോകുന്നവരുണ്ട്, ഇന്ന് ടെസ്റ്റിന് രക്തവും മറ്റു കാര്യങ്ങളും ടെസ്റ്റിന് കൊടുത്ത് റിസൾട്ടിന് പോകുന്നവരുണ്ട്. കർത്താവ് അവർക്കെല്ലാം അനുകൂലമായ റിസൾട്ട് കിട്ടാൻ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് പ്രസവം നിശ്ചയിച്ചിരിക്കുന്നവരുണ്ട്, അത് ഓപ്പറേഷൻ ആകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ചിലർ ഓപ്പറേഷൻ ആകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവേ, എന്താർക്കും ഓരോരുത്തർ അനുയോജ്യമായതും അവർക്ക് സന്തോഷം തോന്നണമെന്നുമായ കാര്യങ്ങൾ ചെയ്യാൻ നീ അവരെ ഈശോ അവരെ അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോ നാമത്തെ ബന്ധിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വര നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസ വളർച്ചയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കണ്ടത്. ഇപ്പോഴും ഞാൻ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പറയുകയാണ്. നിങ്ങളിത് സഹായിക്കുമെന്ന് എനിക്കറിയാം. അതായത് നമ്മളിൽ ദൈവരാജ്യം രൂപപ്പെട്ട് വരുന്നതിൻ്റെ വഴി എന്താണ്? വിശ്വാസമാണ്. വിശ്വാസം വർത്തമാനമാകുമ്പോഴാണ് ദൈവസ്നേഹം വർദ്ധിക്കണം. നമ്മൾ ഇന്നലെ കണ്ടു. ആ ദൈവസ്നേഹം വർദ്ധിക്കുന്നതോടുകൂടി ദൈവരാജ്യം സംജാതമാകും. അപ്പോൾ വിശ്വാസത്തിലൂടെയാണ്. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വികാരമായി നിൽക്കുന്ന എല്ലാ സ്നേഹരാഹിത്യത്തിൻ്റെ അരൂപികളെക്കുറിച്ച് നമ്മൾ അനുദപിക്കേണ്ടി വരും. ആ ഒരു സൂചനയാണ് കർത്താവ് ആദ്യമേ തരുന്നത്. മർക്കോസിന്റെ 1:14-15 എടുത്തേ. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അപ്പൊ ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് കർത്താവ് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിക്കുകയാണ്. ഈ ദൈവരാജ്യവും ഇനിയിപ്പോ ഇതുമായി കണക്ഷനുള്ള ഏതാണെന്ന് നോക്കിയേ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പൊ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് ദൈവരാജ്യത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്നത്. അപ്പൊ വിശ്വാസത്തിലൂടെയാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ ഈ വിശ്വാസത്തോടെ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പിന്നെ പറയണത് അതിൻ്റെ വളർച്ചയെക്കുറിച്ചാണ് പറയണത്. അത് വളർച്ച ഓരോ ഘട്ടങ്ങളുണ്ടാവും. മർക്കോസിന്റെ 4:26 വായിച്ച്. അവൻ പറഞ്ഞു, ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശം. ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശം. അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു. ആദ്യം ഇല. ദൈവരാജ്യം നമ്മൾ വളരുന്ന രീതി കണ്ടില്ലേ? വിശ്വാസ വളർച്ച അനുസരിച്ചാണ് ദൈവരാജ്യം വളർന്നു വരണത്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആദ്യം ഇല, പിന്നെ കതിർ. രണ്ടാമതൊരു സ്റ്റെപ്പ് ഉണ്ട് വിശ്വാസ വളർച്ചയുടെ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? പിന്നെ കതിർ. തുടർന്ന് കതിരിൽ ധാന്യമണികൾ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? തുടർന്ന് കതിരിൽ ധാന്യമണികൾ. ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു. അപ്പൊ വിശ്വാസത്തിന്റെ വളർച്ചയില് ആദ്യം ഇലയുണ്ട്, പിന്നെ കതിരുണ്ട്, പിന്നെ കതിർ നിറച്ച് ധാന്യമണികളുണ്ട്. അപ്പൊ വിശ്വാസത്തിന് എപ്പോഴും പറയണത് ഒരു വിശ്വാസത്തിന്റെ വളർച്ചയിൽ നിന്നാണ് നമ്മൾ ദൈവരാജ്യം രൂപപ്പെട്ടു വരുന്നത്. ദൈവരാജ്യവും വളരുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. എന്ന് വെച്ചാൽ എൻ്റെ മക്കളെ, നമുക്ക് കലപ്പയിൽ നമ്മൾ കൈവച്ചിരിക്കുന്ന ഉടമ്പടിയിലൂടെ പിന്തിരിഞ്ഞ് നോക്കാൻ പറ്റത്തില്ല. നമുക്ക് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. പക്ഷെ മുന്നോട്ട് പോകണമല്ല പ്രശ്നം, വളരാതെ പറ്റത്തില്ല. അപ്പോൾ കർത്താവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങളെ വിശ്വാസത്താൽ വളർത്തണമെന്ന് പ്രാർത്ഥിക്കണം. അതൊരു മെയിൻ സംഭവമാണ്. ഞങ്ങളെ സുവിശേഷത്തിൽ വളർത്തണമേ, പരസ്നേഹത്തിൽ വളർത്തണമേ, അങ്ങോട്ടുള്ള ഉടമ്പടിയിൽ വളർത്തണമേ. ചോദിക്കും. അമ്മ മാതാവിനും ഒരുപാട് നന്ദി. എന്നെ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രിൻസി, ഇതെൻ്റെ ജീവിത പങ്കാളി ബെന്നി. ഞങ്ങൾ വരുന്നത് മലപ്പുറം ജില്ല കൽക്കുണ്ട് സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്നാണ്.
ഞാനിവിടെ സാക്ഷ്യം പറയാനുള്ളത്, ഞാൻ 2020 ഉടമ്പടി എടുത്തതാണ്. പക്ഷേ കോവിഡ് ആയ പിന്നെ അതിന് ശേഷം ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ 2023 എൻ്റെ ജീവിത പങ്കാളിയും മകളും ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. അങ്ങനെ പ്രാർത്ഥിച്ചു, ഞാനും ആ കൂട്ടത്തിൽ തന്നെ പ്രാർത്ഥിച്ചു പോയി. പക്ഷെ ഞാൻ ഉടമ്പടി പുതുക്കിയത് 2024, ഞാൻ ഡേറ്റ് ഓർക്കുന്നില്ല, വന്നു ഞാൻ ഉടമ്പടി പുതുക്കിയത്. അങ്ങനെ ഉടമ്പടി പുതുക്കി ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ജീവിതത്തിൽ ഞങ്ങൾക്കൊരു വലിയ പ്രതിസന്ധി ഉണ്ടായി. ഞങ്ങളുടെ കാർഷിക ലോണായിട്ട് ഞങ്ങൾ ഒരു 6 ലക്ഷം രൂപ എടുത്തിരുന്നു. പക്ഷേ പിന്നെ വന്ന കോവിഡും വെള്ളപ്പൊക്കവും കാരണം ഞങ്ങൾക്കത് അടയ്ക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് കൊച്ചിൻ്റെ പഠനവും, അവൾ ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിപ്പോഴും പ്രാർത്ഥിക്കും, അമ്മ മാതാവേ, അവൾ ജർമ്മനി പോകുന്നതിനല്ല എനിക്ക് താല്പര്യം, അവൾക്കൊരു നല്ല ജീവിത പങ്കാളിയെ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഞങ്ങളുടെ ലോണിൻ്റെ ഒരു കടം തീർക്കാൻ ജപ്തിയായിട്ട് വരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് നോക്കിയപ്പം കല്യാണം നടക്കണം, ജപ്തിയുടെ കാര്യം നടക്കണം, പക്ഷേ എങ്ങനെ മുന്നോട്ട് പോകും അറിയില്ല. ഞങ്ങൾ അങ്ങനെ ഇരുന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു, നമുക്ക് പോകാം, നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടിയിൽ നമ്മുടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം എഴുതി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളെ ബാങ്കിൽ നിന്ന് വിളിച്ചു, നിങ്ങൾക്ക് ഒറ്റ തീർപ്പാക്കി ലോണ് കുറച്ച് തരാം, 6,80,000 രൂപയായിട്ട് നിങ്ങൾക്ക് 11.5 ലക്ഷം രൂപയുണ്ടായിരുന്നു, അതിൽ 6,80,000 നിങ്ങൾക്ക് കുറച്ച് തരാം, പക്ഷേ അതൊന്നായിട്ട് അടയ്ക്കണം. അപ്പോഴും ഞങ്ങളിങ്ങനെ ഓർത്തു, കുഞ്ഞിനെ കെട്ടിക്കാൻ കുറച്ച് പൈസ വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് എടുക്കുമ്പോൾ അതും പ്രതിസന്ധിയാകും. അങ്ങനെ ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം ഞങ്ങൾ ഒരു വ്യക്തിയിൽ കൂടി ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന് ചോദിച്ചു, ഞങ്ങളെ സഹായിച്ചു. അമ്മ മാതാവ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു വ്യക്തിയെ വിട്ടതുപോലെയാണ് ഞങ്ങൾക്ക് ആ സഹായം കിട്ടിയത്. ആ സഹായത്തിൽ കൂടി ഞങ്ങൾക്ക് ആ ലോൺ അടച്ചു തീർത്തു. ആ അടച്ചു തീർത്ത ലോണിൻ്റെ കടലാസും കൊണ്ട് ഞങ്ങൾ ആദ്യം ഒരു ബാങ്കിൽ പോയി. പക്ഷേ അവിടെ 10-20 ദിവസം ആ കടലാസ് വെച്ച് ലോണ് തരാമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ മാസം കുറച്ചേ ഉള്ളൂ, കൊച്ചിൻ്റെ കല്യാണത്തിന് 2.5 മാസവും കൂടി ഉള്ളൂ ഈ ലോണ് പാസ്സായി വരണം. അപ്പം അവിടെ ചെന്നപ്പം അവർ 10 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് പിന്നെ സ്കോറ് കുറവാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ലോൺ അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ എന്നോട് വിളിച്ച് പറഞ്ഞു, എടി അവിടെ നിന്ന് ലോണ് കിട്ടുകയില്ല, എന്താ ചെയ്യുന്നത്? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ വീടിൻ്റെ ലോൺ അപ്പോൾ വേറൊന്നുണ്ട്, അപ്പോൾ ആ ബാങ്കിൽ ഞാനൊന്ന് പോയി ചോദിക്കട്ടെ. അവിടെ ചെന്ന് ചോദിച്ചപ്പം അവർ പറയും, നോക്കട്ടെ, ഞങ്ങൾ നോക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പം ആ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ വേറൊരു ലോണ്, പുതിയതായിട്ടൊരു ലോണ് വന്നിട്ടുണ്ട്, അതിൽ കൂടി നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കടലാസ് വെച്ച് തന്നെ ഞങ്ങൾക്ക് 2ാമത് ലോണ് പെട്ടെന്ന് 1 മാസം കൊണ്ട്, ആ ഒരു സാറിന് ഞങ്ങൾക്ക് ദൈവദൂതനെ വിട്ട പോലെയായിരുന്നു. അവിടെ നിന്ന് വന്ന് ഞങ്ങൾക്ക് ആ ലോണ് ശരിയാക്കിയിട്ട് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കല്യാണം, അങ്ങനെ ഞങ്ങളുടെ ഇടവകയിൽ തന്നെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അവൾക്കൊരു പയ്യനെ കിട്ടി. ഞങ്ങൾക്ക് നല്ല രീതിയിൽ അവളെ കെട്ടിച്ച് വിടാനും ഇന്ന് അവളവിടെ കാനഡയിലെത്താനും കഴിഞ്ഞു. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. 2ാമത് എൻ്റെ സാക്ഷ്യം എൻ്റെ ജീവിത പങ്കാളിയാണ്. ഒരു 2-3 ആഴ്ചയ്ക്ക് മുന്നേ പുള്ളിക്കാരന് ഈ മേല് ചൊറിഞ്ഞ് തടിക്കുന്നൊരു ഇതുണ്ട്. അപ്പം സാധാരണ ചൊറിഞ്ഞ് തടിക്കുമ്പം സിട്രസിൻ ഗുളിക കഴിക്കും, കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. അങ്ങനെ 1 വർഷമായിട്ട് മരുന്നും വാങ്ങും, ഇതും കഴിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ കൃഷിക്കാരാണ്, കൃഷിയാണ് കൂടുതൽ ഞങ്ങളുടെ ജോലി. അപ്പം കൂടുതൽ റെസ്റ്റൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഇതിൻ്റെ 1 മാസം മുന്നേ ഒരു പ്രാവശ്യം ഉണ്ടായപ്പം പെട്ടെന്ന് മേല് ചൊറിഞ്ഞ് തടിച്ചു, ഗുളിക കഴിച്ചു. മാറുന്നതിന് പകരം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്നോട് പറഞ്ഞു, എനിക്കൊന്ന് ഛർദ്ദിക്കണമെന്ന് പറഞ്ഞപ്പം ഗുളിക കഴിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഉപ്പും തൈലവും തരട്ടേന്ന് ചോദിച്ചു. നീ താന്ന് പറഞ്ഞു. അത് കൊടുത്തോടുകൂടി ഒന്ന് ഛർദ്ദിച്ചതോടുകൂടി തല കറങ്ങി എൻ്റെ കയ്യിലേക്ക് വീണു. ഞാൻ അപ്പം തന്നെ ഓർത്ത്, ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ. അത് എല്ലാം ഉണ്ടാകുന്ന രാത്രി 1 മണിക്ക് ശേഷമാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ ഞാൻ കാണാൻ ചുറ്റോടത്തെ അയൽവക്കക്കാരൊന്നുമില്ല. ഞാൻ ഇച്ചിരി കുന്നിൻ്റെ മുകളിലാണ്. വണ്ടി ഉണ്ടെങ്കിലും വീടിൻ്റെ മുറ്റത്ത് വണ്ടി വരത്തില്ല. ഞാനിങ്ങനെ ആലോചിച്ചു, എങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോകും, ആരോട് പറയും? എനിക്കൊരു ഭയങ്കര ഭയം. വണ്ടി 4 വീലുള്ള ജീപ്പേ വീട്ടിൽ കയറുള്ളൂ. അപ്പം അങ്ങനെ എനിക്ക് 1 മണിക്കൂർ ഞാനിങ്ങനെ കാത്തു, സുഖമാകുമോ. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനും അപമാവാതെ വന്ന് ബോധം കെട്ട് വീണ മനുഷ്യൻ. ഞാൻ നോക്കുമ്പോൾ ചാടി എണീറ്റിരുന്ന് ഞാൻ താങ്ങി പിടിച്ച് കട്ടിലേക്ക് കൊണ്ടുപോയി കിടത്തി. ആ കടലിലേക്ക് കൊണ്ടുപോയി കിടത്തി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴും സമാധാനമായി. അങ്ങനെ സുഖപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഈ 2 ആഴ്ചയ്ക്ക് മുന്നേ പിന്നെ ഇതുപോലെ ഉണ്ടായി ചൊറിഞ്ഞങ്ങ് കണ്ടമാനങ്ങ് തടിച്ച് കഴിഞ്ഞേച്ചിട്ട് ചെവിയിൽ നിന്ന് ചൂടാന്നാണ് പറയുന്നത്. ആ ചൂടിങ്ങനെ വന്നേച്ചിട്ട്
ആൾ പിന്നെ നിൽക്കപ്രതിയില്ല, ഇങ്ങനെ ആകെ ഒരു അസ്വസ്ഥതയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓർത്ത് ഇനി എന്താ ചെയ്യുന്നത്, പിന്നെയും വന്നല്ലോ, ഇനി തല കറങ്ങുമല്ലോ. സമയം 1:15 അപ്പോൾ രാത്രി. ഞാൻ ഓർത്ത് ആരെയാണ് വിളിക്കുന്നത്. ഞാൻ കണ്ട വീട്ടിലോട്ടാണെങ്കിൽ റബ്ബർ തോട്ടത്തിനകത്താണ്. ഞാൻ ഈ അടിച്ചു പാരാഞ്ഞിട്ട് അപ്പടി ചപ്പൊക്കെ വീണ് കിടക്കുക, ഇച്ചിരി കുന്നാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഒരു വണ്ടി വന്നാലും കയറി വരാൻ വലിയ ബുദ്ധിമുട്ടാണ്, എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. തല കറങ്ങി ഇങ്ങനെ കിടക്കുക. അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പം എന്നോട് വെള്ളം ചോദിച്ചു. ഞാൻ ഈ വെള്ളം കൊടുത്തു, ഉപ്പിട്ട് ഞാൻ വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പം ഛർദ്ദിച്ചു. ഛർദ്ദിയോടുകൂടി നല്ല ദേഹമൊക്കെ അങ്ങോട്ട് കറുത്തപ്പോൾ ഞാൻ ഓർത്ത് ദൈവം ഇതെന്തൊരു കഴി. അപ്പം ശ്വാസമൊക്കെ നിന്ന പോലെയായിപ്പോയി. ഞാൻ പെട്ടെന്ന് തേനെടുത്ത് വായിലേക്ക് ഒഴിച്ചു. ഷുഗറാണോ പ്രഷറാണോ എന്താണെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ ആ ആദ്യം തേൻ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉപ്പ് കൊടുത്തു കഴിഞ്ഞ് തൈലം തൊട്ട് ഞാൻ അവിടെ മുട്ടുകുത്തിന്ന് ഞാൻ കുരിച്ച് വരച്ചു. അമ്മ മാതാവ് രാത്രി ആരുണ്ട് എന്നെ സഹായിക്കാൻ? ആരും 2 മക്കളും ഇവിടെ ഇല്ല, കൈവിട്ട് പോവുകയാണോ? എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. എന്നിട്ട് ഞാൻ അമ്മ മാതാവ്, അമ്മേ നീ ഇപ്പോൾ ഇവിടെ ഇറങ്ങി വരണേ, ഞങ്ങളെ സഹായിക്കണമെന്ന്. അമ്മ മാതാവ് അവിടെ നിന്ന് 3:15 മണി വരെ ആ കിടപ്പ് കിടന്നു. 3:15 മണി കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ അമ്മ വന്ന് അവിടെ നിന്ന് രക്ഷിച്ചു, ജീവൻ തിരികെ തന്നു. അതാണ് ഈ നിൽക്കുന്നത്. എനിക്കിതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായി ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് തന്നിട്ടുണ്ട്. ഞങ്ങൾ പ്രേക്ഷിത വേലയായിട്ട് ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി 6 കെട്ട് പത്രം കാണും മിക്ക പ്രാവശ്യം വന്നു പോകുമ്പം. ഞങ്ങളത് പള്ളിയിൽ ഒരു പ്രാവശ്യമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഞങ്ങളുടെ വീടിന് ചുറ്റും എല്ലാ വീടുകളിലും കൂടെ നടന്ന് ഞങ്ങൾ ഉപ്പ് വാങ്ങും, കാശ് രൂപം വാങ്ങും. എല്ലാവർക്കും ഉപ്പും കൊടുക്കും, കാശ് രൂപം കൊടുക്കും, പത്രവും കൊടുക്കും. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ, ആശുപത്രികളിൽ ഒക്കെ കൊണ്ട് നടന്ന് കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകും, ഭക്ഷണം വെച്ച് പൊതി കെട്ടി അവിടെ കൊണ്ടുപോയി ഞങ്ങൾ കൊടുക്കും. അവിടുന്ന് ഞങ്ങൾക്ക് തിരസ്കരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ ചിലപ്പോൾ പറയും പുറത്ത് നിന്ന് കൊടുക്കാൻ പറയും. എന്നാൽ ഞങ്ങൾ പുറത്ത് നിന്നാലും ഒത്തിരി ആവശ്യക്കാർ കാണും, ഞങ്ങളത് കൊടുക്കും. അതുപോലെ തന്നെ ജില്ലാ ആശുപത്രിയിലും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പാവപ്പെട്ട വീടുണ്ട്, 5-6 മക്കളായിട്ട് ചെറിയ താന്നൊരു കുടുംബമാണ്. അവർക്ക് എപ്പോഴും നല്ല ഭക്ഷണമൊന്നും വെച്ച് കഴിക്കാൻ കഴിയില്ല. അപ്പം ഞാനിക്കുണ്ടാവുമ്പോഴല്ല അവർക്ക് ഭക്ഷണങ്ങൾ വെച്ച് അവർക്ക് ഞാൻ എത്തിച്ചു കൊടുക്കും. അതേ വിവാഹത്തിനായിട്ട് അവർക്ക് സഹായം, അങ്ങനെ പല രീതിയിൽ ഞങ്ങളങ്ങോട്ട് സഹായിക്കുന്നുണ്ട്. അതേപോലെ കാരുണ്യ പ്രവൃത്തിയായിട്ടാണെങ്കിലും ഞങ്ങൾക്ക് അവിടെ ഒരു ആകാശപ്പറവുകളുണ്ട്, അവിടെ പോകും. ഞങ്ങൾ കഴിയുന്നതും ആഴ്ചയിൽ ഒരു ദിവസം ഇല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും അവിടെ ചെന്ന് അവരെ കുളിപ്പിക്കാനും ഞങ്ങൾ 2 പേരും കൂടി പോകും. ഷേവ് ചെയ്യാനും ബാത്റൂം തേച്ച് കഴുകാനും എല്ലാം ഞങ്ങൾ ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ ടാപ്പിങ്ങാണ് ജോലി. അപ്പോൾ ഒന്നും പോകാൻ കഴിയത്തില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ പോകും. കുമ്പസാരമാണെങ്കിലും മാസത്തിലൊരിക്കൽ തന്നെ സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഇത്രയാണ് ഞങ്ങളുടെ കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷക പ്രവർത്തനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ബെന്നി എന്നാണ്, മലപ്പുറം ജില്ല കരുവാരൂരിൽ നിന്ന് വരുന്നത്. എനിക്ക് അമ്മ മാതാവും ഈശോയ്ക്കുന്ന രോഗസത്തിന് കോടാനുകൂടി നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 91, 15, 16 തിരുവചനങ്ങൾ. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. പ്രിൻസി എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളി ബെന്നിയും കുടുംബത്തിന് ലഭിച്ച 3 വലിയ അനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ വലിയ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യത്തേത് 6 ലക്ഷം രൂപ ലോൺ എടുത്തത് പലിശ കയറി 11 ലക്ഷമായതും, പിന്നീട് അമ്മ മാതാവിൻ്റെ അരികിൽ നിയോഗം സമർപ്പിച്ച് അതിനൊരു ഇളവും വിടുതലും കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ദിവസങ്ങളിൽ തന്നെ ബാങ്കിൽ നിന്ന് വിളിച്ച് ഒറ്റത്തവണ തീർപ്പാക്കുന്ന വിധത്തിൽ വളരെയധികം പലിശ കുറച്ച് കൊടുത്ത് 680 അടച്ചു തീർക്കുവാനുള്ള വഴികൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. കുടുംബത്തിനകത്ത് ആ സമയം പൈസ എടുത്തു കൊടുക്കുവാനില്ലെങ്കിലും അമ്മ മാതാവും ഈശോയും മറ്റൊരു വ്യക്തിയെ കുടുംബത്തിന് കണ്ടെത്തി കൊടുക്കുകയും കൃപയാവുകയും അതിലൂടെ ആ ലോൺ അടച്ച് ആധാരം തിരികെ എടുക്കുവാൻ അമ്മ സഹായിച്ചതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ മറ്റൊരിടത്ത് ലോൺ ശരിയാക്കിക്കൊണ്ട് ആ ഉണ്ടായിരുന്ന ബാധ്യത മുഴുവനും തീർക്കുവാൻ അമ്മ മാതാവ് രണ്ടാമത് വഴിയൊരുക്കി കൊടുത്തത്. മറ്റ് 1-2 ഇടങ്ങളിൽ തിരക്കുമ്പോൾ സിബിൽ സ്കോർ കുറവാണെന്ന് പറഞ്ഞ് തിരസ്കരിച്ചത്
വേറെ അനുകൂലമായ സാഹചര്യത്തിൽ അമ്മ തന്നെ നയിക്കുകയും വഴിയൊരുക്കുകയും ബാധ്യതകളൊന്നും കൂടുതൽ ഭാരപ്പെടുത്താത്ത വിധം ലോൺ എടുക്കുവാനുള്ള വഴികൾ കുടുംബത്തിൽ തുറന്നു കൊടുത്തതാണ് രണ്ടാമത് സാക്ഷ്യപ്പെടുത്തിയത്. അതോടൊപ്പം മകളുടെ വിവാഹത്തിന് വേണ്ടിയുള്ള നിയോഗത്തെയും യാതൊരു ക്ലേശവുമില്ലാതെ ഈ നാളുകളിൽ തന്നെ ആ വിവാഹ ജീവിതത്തിലേക്ക് മകളെ നയിക്കുവാൻ കുടുംബത്തെ സഹായിച്ചതിനെയും സാക്ഷ്യപ്പെടുത്തി. പിന്നീട് അപ്പച്ചനുണ്ടായ ഗുരുതരമായ രോഗാവസ്ഥ വളരെ വൈകി രാത്രിയിലുണ്ടാകുന്നത് കൊണ്ട് എങ്ങും കൊണ്ടുപോകാനാവാത്ത സാഹചര്യത്തിൽ അമ്മ മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ, ഉടമ്പടി ഉപ്പ്, തേൻ, ഉടമ്പടി തൈലം എന്നിവ ഉപയോഗിച്ച് അമ്മയുടെ അരികിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചത് വഴി അപ്പച്ചന് ലഭിച്ച സൗഖ്യവും മറ്റൊരു മരുന്നോ ചികിത്സയോ ഒന്നുമില്ലാതെ ഏറെ ക്ലേശിച്ച് ജീവൻ നഷ്ടപ്പെടുമോ എന്ന് പോലും കരുതിയ നിമിഷത്തിൽ നിന്ന് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി സഹോദരന് ലഭിച്ച ജീവൻ തിരികെ കിട്ടിയ രോഗസൗഖ്യത്തെയാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം ആപത്ത് സമയത്ത് നമുക്ക് എപ്പോഴും വലിയ സംരക്ഷണമാണ്. നാം ജീവിതത്തിൻ്റെ നഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, രോഗദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദുരന്തങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കണമെന്ന് ലോകത്തോട് സന്ദേശം പകർന്ന അതേ അമ്മ നമ്മുടെ ജീവിത വിഷയങ്ങൾ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ദുരിതങ്ങൾ അകറ്റുവാൻ, കഷ്ടങ്ങൾ മാറ്റിത്തരുവാൻ, രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുവാൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ സമയച്ചുരുക്കത്തിൽ ഓരോ കാര്യവും ക്രമീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ സുരക്ഷിതമാക്കുന്നത്, സുസ്ഥിതിയിലേക്ക് നയിക്കുന്നതാണ് ഈ സഹോദരി വാക്കുകളിലൂടെ നമ്മളോട് പങ്കുവച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, നിൻ്റെ ജീവിത ദുരിതങ്ങളിൽ ദൈവത്തോട് നീ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുവോ അതോ ദൈവത്തിൽ നിന്ന് നീ അകന്നു സഞ്ചരിക്കുന്നുവോ എന്നതാണ്. രണ്ട് തരത്തിൽ നമ്മൾ പെരുമാറാറുണ്ട്. ഒന്ന്, എൻ്റെ രോഗദുരിതങ്ങളിൽ, കഷ്ടനഷ്ടങ്ങളിൽ, ജീവിത തകർച്ചയിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് എനിക്ക് മതിയായവൻ, എൻ്റെ ജീവിതത്തെ കരകയറ്റുവാൻ ശക്തിയുള്ളവൻ, ഏതൊരാപത്തിലും എന്നെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ഈശോ കർത്താവ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി ആത്മാവും ശരീരവും ജീവിതത്തിൻ്റെ പദ്ധതികളും ആലോചനകളും ദൈവത്തോട് ചേർത്ത് കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. മറ്റൊരു കൂട്ടർ അത് ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങളും രോഗദുരിതങ്ങളും വരുമ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ച് ലോകത്തിൽ മാത്രം ആശ്രയിക്കുകയും ദൈവവിശ്വാസത്തിനെ നഷ്ടപ്പെടുത്തും വിധം ജീവിക്കുകയും ചെയ്യും. ദൈവത്തിൽ ശരണപ്പെടുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. കഴുകന്മാരെ പോലെ അവർ ചിറകടിച്ചുയരും. എത്ര ഓടിയാലും അവർ ക്ഷീണിക്കുകയില്ല, എത്ര നടന്നാലും അവർ തളരുകയില്ലെന്ന് പ്രവാചക വചനം നമ്മുടെ ജീവിതത്തിലേക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഏതൊരു ജീവിത ക്ലേശത്തിലുമായിരിക്കുന്നവർ അമ്മയുടെ ഉടമ്പടി പ്രകാരം ജീവിക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ദൈവശക്തിയായി ആപത്സന്ധികളിൽ നമുക്ക് മാറുമെന്ന പ്രത്യാശയോടെ അവ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അനുഗ്രഹമായി, അനുഭവമായി, ജീവിതത്തിൻ്റെ കഷ്ടങ്ങളിൽ വിടുതലായി നമുക്ക് മാറുന്നതെന്ന് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക. ഈ കുടുംബത്തിന് ഈ നാളുകളിൽ പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച ഓരോ അനുഭവത്തിനും അനുഗ്രഹത്തിനും നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയാം. കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് അമ്മ മാതാവിനും ഈശോയ്ക്കും സമർപ്പിക്കാം. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. എൻ്റെ പേര് ടീന, ഇതെൻ്റെ ഹസ്ബൻഡ് സിജോ. ഞങ്ങളിവിടെ ആലപ്പുഴ പൂങ്കാവ് ഇടവകയിലുള്ളവരാണ്. ഞാൻ 2023 ഓഗസ്റ്റ് 23 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യമെന്ന് പറഞ്ഞാൽ, എൻ്റെ ഭർത്താവിന് അസഹനീയമായ കൈവേദനയായിരുന്നു. പുള്ളിക്ക് തൈറോയ്ഡ് ഗ്ലാൻഡിൽ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 2017 ഈ സിസ്റ്റ് ഗ്ലാൻഡ് എടുത്തു കളഞ്ഞതാണ്. അപ്പോൾ ഈ കൈവേദന വരുമ്പോഴൊക്കെ ഞങ്ങൾ വിചാരിക്കുന്നത് തൈറോയിഡിൻ്റെ വേരിയേഷനിൽ വരുന്നത് കൊണ്ടാണ് അങ്ങനെ കൈവേദന വരുന്നത് എന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ വേദന തുടർന്നു, മാസങ്ങളായി, സഹിക്കാൻ പറ്റാതെയായി. രാത്രി കാലങ്ങളിൽ ഉറങ്ങാതെ എണീറ്റിരുന്ന്, വേദന കൊണ്ട് എണീറ്റിരുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ കരച്ചിലായി. അങ്ങനെ ഒരു ദിവസം പുള്ളി തന്നെ എന്നോട് പറഞ്ഞ് നമുക്ക് കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയി ഒന്ന് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു. ഇങ്ങനെ 2023 ഓഗസ്റ്റ് 23 ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. അന്നൊരു ബുധനാഴ്ചയായിരുന്നു. ഉടമ്പടി എടുത്ത് അപ്പോൾ പുള്ളി മരുന്ന് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ അടുത്തൊരു ഡോക്ടറെ കണ്ട് കുറച്ച് ദിവസങ്ങളായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്ത്, ബുധനാഴ്ച ഉടമ്പടി എടുത്തു.
വെള്ളിയാഴ്ച ഉച്ചയായപ്പോൾ വെള്ളിയാഴ്ച ഉച്ചക്കത്തെ മരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് ശരീരം മുഴുവൻ വന്ന് തടിച്ച് പൊങ്ങി, ചുവന്ന കളറിൽ ഫുള്ള് തടിച്ച് പൊങ്ങി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ ആകെ എല്ലാവരും വിഷമിച്ചു. അങ്ങനെ ഈ മരുന്ന് തന്ന ഡോക്ടറെ അടുത്ത് തന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് മെഡിസിൻ ഇനി പറ്റത്തില്ല, നിങ്ങൾ ഒരു ന്യൂറോ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം, എന്തോ ഞരമ്പ് സംബന്ധമായ എന്തോ അസുഖമായിരിക്കാം, നിങ്ങൾ ന്യൂറോയിൽ കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മരുന്ന് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ന്യൂറോ ഡോക്ടറെ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി പോയി. ഡോക്ടർ ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്ത് ഡോക്ടറെ കണ്ടു. ഡോക്ടർ ഞങ്ങളോട് പേര് തിരക്കി കാര്യം പറഞ്ഞ് ഉടനെ തന്നെ ഡോക്ടർ ആദ്യം എഴുതിയത് നിങ്ങൾ MRI സ്കാൻ ചെയ്തിട്ട് വരാനാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അന്ന് തന്നെ വൈകുന്നേരം MRI സ്കാൻ ചെയ്യാൻ പോയി. 2 ദിവസത്തിന് ശേഷമാണ് MRIയുടെ റിസൾട്ട് വന്നത്. അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് ഞങ്ങൾ ഉരുകിത്തീർന്നു. MRI ചെയ്യാൻ പറയുമ്പോൾ അതുപോലെ തക്കതായ എന്തോ അസുഖം ഉണ്ടായിരിക്കാം, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ള ടെൻഷനിൽ ഞങ്ങൾക്ക് ഏക ആശ്രയം മാതാവിൻ്റെ ഉടമ്പടി മാത്രമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ പുള്ളിയുടെ 2 കൈയിലും, അതിന്നും തുടരുന്നുണ്ട്, 2 കൈയിലും എണ്ണ എടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. മാതാവിൻ്റെ തൈലം എടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അതുപോലെ ഉപ്പ് ഞങ്ങളെല്ലാവരും രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുകയും ഉപ്പ് നാക്കിലിടുകയും ചെയ്ത് അതെല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ MRIയുടെ റിസൾട്ട് കിട്ടി. റിസൾട്ടുമായി ഡോക്ടറെ കാണാൻ വേണ്ടി ഡോക്ടറെ വീട്ടിൽ നിൽക്കുവാണ്. അപ്പോൾ ഞങ്ങൾക്ക് മുന്നത്തെ ആൾ കയറിയപ്പോൾ ഞാൻ മനസ്സിലോർത്ത് എനിക്ക് ഇനി എന്താണ് പറയുന്നതെന്ന് കേൾക്കാനുള്ളൊരു ധൈര്യമില്ല, മാതാവ് മാത്രമേ ഞങ്ങൾക്ക് ആശ്രയമുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഡോക്ടർ ഞങ്ങളുടെ ടോക്കൺ വിളിച്ചു. ഞങ്ങൾ അകത്ത് കയറി MRIയുടെ റിസൾട്ട് നോക്കിയിട്ട് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ്, എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ്, തനിക്ക് എന്താണ് സത്യത്തിൽ, തനിക്ക് ഒരു കുഴപ്പവും ഇല്ല, തനിക്ക് ആരാ പറഞ്ഞ തനിക്ക് കൈവേദനയുണ്ടെന്ന്. MRI റിസൾട്ടിൽ തനിക്ക് ഈ പ്രായത്തിൻ്റേതായിട്ടുള്ള പോലും ഒരു പ്രശ്നവും ഇല്ല. എന്നിട്ട് ഡോക്ടറുടെ ലെറ്റർ പാഡിൽ മരുന്നോ പേരോ ഒന്നും എഴുതിയില്ല. അങ്ങനെ ഒരു ഡോക്ടറെ അടുത്ത് ഞങ്ങൾ പോയിട്ട് പോലും ഇല്ല. അപ്പം ഞങ്ങൾക്കതൊരു വിശ്വാസമുണ്ട്, അത് മാതാവാണ് ഞങ്ങൾക്കതങ്ങനെ മാറ്റി തന്നത്. കാര്യം മാസങ്ങളായിട്ട് എൻ്റെ 2 വയസ്സുള്ള കുഞ്ഞിനെ ഒന്ന് എടുക്കാനോ ഒരു വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്യാനോ ഒന്നും പുള്ളിക്ക് പറ്റത്തില്ല. അത്ര കൈവേദനയായിരുന്നു, ഉറക്കമില്ല, ഇരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് 3-ാമത്തെ ദിവസം മാതാവ് എനിക്കൊരു വലിയ അത്ഭുതമായിരുന്നു. അത് എനിക്കിപ്പോഴും അത് ഓർക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിനുവേണ്ടി മരുന്ന് കഴിച്ചതാണ്. ഉടമ്പടി എടുത്ത് 3-ാമത്തെ ദിവസം മരുന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. പിന്നെ അന്ന് മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾ ആ ഒരു അസുഖത്തിന് പുള്ളി ഇതുവരെ മരുന്ന് കഴിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ഒരു വേദന ഇതുവരെ വന്നിട്ടുമില്ല. പിന്നെ 2-ാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ പുള്ളി ഒരു പബ്ലിക് സെക്ടർ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്, പൊതുമേഖലാ സ്ഥാപനത്തിലാണ്. കൊറോണയ്ക്ക് ശേഷം സ്ഥാപനം ആകെ തകർന്നു. സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് മാസങ്ങളായിട്ട് സാലറി പോലും ഇല്ല. ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. അതായത് പെട്രോൾ അടിക്കാനുള്ള സാമ്പത്തികം പോലും ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ആകെ മുതൽക്കൂട്ടെന്ന് പറയാൻ കുറച്ച് സ്വർണം മാത്രമേ ഉള്ളായിരുന്നു, അല്ലാതെ വേറെ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങളുടെ സാമ്പത്തിക ബാധ്യതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കൂടെ മാറ്റിത്തരാൻ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഓഗസ്റ്റിൽ ഞാൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചത് ഒരു സ്റ്റേഷനറിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, അതായത് നശിച്ചു പോകുന്ന സാധനങ്ങളില്ലാത്ത എന്തെങ്കിലും ഒരു കട തുടങ്ങണം, ഞങ്ങൾക്കൊരു ചെറിയൊരു സഹായം കൂടെ ആകണം. അങ്ങനെ ഒരു അനുഗ്രഹം മാത്രമേ, അങ്ങനെ ഒരു പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെയാണ് ഉടമ്പടിയിൽ വെച്ചത്. എനിക്കൊരു എനിക്കൊന്ന് എന്നെ സഹായിക്കണം, എനിക്ക് അതിന് വേണ്ടി കൂടി ഒരു മാർഗ്ഗം മാതാവ് ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് ഞാൻ മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. അങ്ങനെ ഞങ്ങൾ കടകളൊക്കെ പോയി, വാടകയ്ക്ക് കടകളെടുക്കാൻ, സ്റ്റേഷനറി തുടങ്ങാൻ വേണ്ടി വാടകയ്ക്ക് കടകളൊക്കെ പോയി നോക്കി. 3-4 സ്ഥലത്ത് തിരക്കി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഹസ്ബൻഡിൻ്റെ അച്ചായൻ ഞങ്ങളോട് പറഞ്ഞു, നമുക്ക് സ്റ്റേഷനറി അങ്ങനെ ഒന്നും തുടങ്ങണ്ട, നമുക്ക് സ്വർണ്ണ പണയത്തിൻ്റെ ഒരു സ്ഥാപനം നടത്താം. അതാകുമ്പോൾ നമുക്കതിനെ കൊണ്ട് നഷ്ടവും ഇല്ല, ഒരു ദിവസം അടച്ചിട്ടാലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിലുള്ള സ്വർണം വിറ്റ് പൈസ ആക്കിയാലും അതിന് ബദലായി നമ്മുടെ കയ്യിൽ വരുമാനം വരും. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ തിരക്കിയാൽ മതി, വേറെ ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പുള്ളി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ പിന്നെ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തുടർന്നു, അതിൻ്റെ പുറകെ പോകാൻ തുടങ്ങി. അങ്ങനെ 23 ഓഗസ്റ്റിൽ ഞാൻ ഉടമ്പടി എടുത്തു.
11/12/23, അതായത് ആ വർഷം തന്നെ ഡിസംബർ 11 മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഒരു സ്വർണ്ണ പണയ സ്ഥാപനം സ്വന്തം കെട്ടിടത്തിൽ ഞങ്ങൾ വാടകയ്ക്ക് തുടങ്ങാമെന്ന് മനസ്സിൽ ആഗ്രഹിച്ച് ഇറങ്ങി തിരിച്ചവരാണ്. പക്ഷെ മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം സ്വന്തം കെട്ടിടത്തിൽ ഞങ്ങളിപ്പോൾ 2 വർഷം പിന്നിട്ടിരിക്കുവാണ്. ഒരു ബാങ്ക് ബാലൻസോ 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്ന ഞങ്ങളിപ്പോൾ മാതാവ് IT റിട്ടേൺ ചെയ്യുന്ന ആ ഒരു ലെവലിൽ വരെ എത്തിച്ചു. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ ഇരിക്കുന്ന ക്യാബിൻ്റെ അകത്ത് ഞാൻ ഏറ്റവും വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ജോസഫച്ചൻ പറയുന്ന വാക്കുകൾ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് സത്യമായിട്ട് ഞങ്ങളത് വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ വൃദ്ധസദനങ്ങൾ ഒരുപാട് അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ട്. അങ്ങനെ വൃദ്ധസദനങ്ങൾ ഞങ്ങൾ സന്ദർശിക്കാറുണ്ട്. അവർക്ക് ആവശ്യമായ സാധനങ്ങൾ കൊണ്ടു കൊടുക്കാറുണ്ട്. സാമ്പത്തികമായാണേലും അല്ലാതെ ആണേലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, പത്രവിതരണം, അത് ഞങ്ങൾ മുടക്കാറില്ല. ഞങ്ങളിപ്പോൾ ദൂരെ എവിടെ പോയാലും, ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ മാസം ഞങ്ങളൊന്ന് വേളാങ്കണ്ണി പോയി. അപ്പം ഞാൻ ഇവിടെ വന്ന് തമിഴ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി അവിടെയുള്ള സഹോദരങ്ങൾക്ക് എന്നെ കൊണ്ടാകുന്നവരോട് എല്ലാവരോടും ഞാൻ മാതാവിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. എൻ്റെ മരണം വരെ എനിക്കും എൻ്റെ ഭർത്താവിനും മക്കൾക്കും ഉടമ്പടിയിൽ തുടരണം എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. അത് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഞാൻ ഈ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 7-ാം തിരുവചനം, 7ഉം 8ഉം തിരുവചനങ്ങൾ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്ന ടീന സിജോ എന്ന ദമ്പതികൾ അവരുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ ഏറ്റുപറഞ്ഞത്. ടീനയ്ക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ എല്ലാം നഷ്ടമായപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത്, ആകെ കൂടി ഉണ്ടായിരുന്നത് ഉടമ്പടി മാത്രമാണ്. ഉടമ്പടി എന്നാൽ എല്ലാം സർവോത്കൃഷ്ടം, സ്നേഹം സർവോത്കൃഷ്ടം എന്ന് പൗലോസ്ലീഹ പറയുന്നത് പോലെ ഞങ്ങൾക്കാകെയുള്ളത് ഉടമ്പടി, ദൈവസ്നേഹം മാത്രമായിരുന്നു. ഉടമ്പടി എന്നത് സ്നേഹമാണെന്ന് തിരിച്ചറിയുന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയിലേക്ക് നാം കടന്നു വരുമ്പോൾ ടീനയ്ക്കും സിജോയ്ക്കും മനസ്സിലായത്, ഈശോയെ സ്നേഹിക്കുന്നതിലൂടെയുള്ള ഒരുപാട് ജീവിത അനുഭവങ്ങൾ, അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ കാര്യങ്ങളും പരിശുദ്ധ അമ്മ തന്നെ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് അവരെ അടിക്കടി ഉയർത്തിക്കൊണ്ടുള്ള ഒരു ജീവിത സാക്ഷ്യം അവർ ഏറ്റുപറയുകയായിരുന്നു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വലിയ ജീവിതഭാരം ലഘൂകരിച്ചു കൊടുത്ത ഒരു നല്ല സാക്ഷ്യമാണ് സിജോയ്ക്കുള്ളത്. മാസങ്ങളായി കൈവേദന കൊണ്ട് പുളഞ്ഞിരുന്ന സിജോ ഉടമ്പടി എടുത്ത 3-ാം ദിവസമാണ് MRI ടെസ്റ്റ് നടത്തിയപ്പോൾ യാതൊരു അസുഖത്തിൻ്റെ യാതൊരു മാർക്ക് പോലുമില്ലാതെ അദ്ദേഹത്തിന് സൗഖ്യം നൽകി പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ സൗഖ്യമുള്ളവനായി ഇന്ന് ആൾത്താരയിൽ നിൽക്കുന്നത്. അതിലൂടെ അവർക്ക് വളരെ വലിയ വിശ്വാസ കൈമാറ്റം നടത്താനായിട്ട് സാധിച്ചു എന്ന് ടീന ഏറ്റുപറയുകയാണ്. ഈശോ നമ്മുടെ ജീവിതത്തിൻ്റെ നാഥനും രക്ഷകനുമായി നാം എപ്പോഴാണോ ഏറ്റുപറയുന്നത്, വിശ്വാസ കൈമാറ്റം ചെയ്തിരിക്കുന്നത്, അതോടുകൂടി അവിടുത്തെ അന്വേഷിക്കുകയും അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യം കൂട്ടിച്ചേർക്കുന്നതായിട്ടാണ് ഈ സാക്ഷ്യത്തിൽ നിന്ന് നാം വായിച്ചെടുക്കുന്നത്. ഇവരുടെ വലിയ പ്രതിസന്ധിയായിരുന്നു കോവിഡ് കാലത്തുണ്ടായ അവരുടെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധികൾ. അതിൽ നിന്ന് അവരൊരു ചെറിയ തുടങ്ങാം, പരിശുദ്ധ അമ്മയോട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കൊരു ചെറിയ സ്റ്റേഷനറി സ്റ്റോറെങ്കിലും തുടങ്ങാനുള്ള കൃപ നൽകണമേ എന്ന്. അമ്മയുടെ കയ്യിൽ നാം നൽകുന്ന കാര്യങ്ങൾക്ക് അമ്മ വലിയ പദ്ധതികളാണ് നമുക്ക് വേണ്ടി ഒരുക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മോട് പറയാറുണ്ട്. ഇത് ഉടമ്പടി ഒരു ഹെവി ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് വലിയ കാര്യങ്ങൾ മാത്രമേ നാം പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാവൂ. കാരണം നാം ഈശോയ്ക്ക് നൽകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വലുതായിരിക്കുന്നതുകൊണ്ട് ഈശോ നമുക്ക് നൽകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വലിയതാണെന്ന്, വളരെ വലിയതാണെന്ന് അച്ഛൻ നമ്മോട് വളരെ ഉറപ്പായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇവരൊരു ചെറിയ ആഗ്രഹമാണ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചത്. ഞങ്ങൾക്കൊരു ചെറിയ സ്റ്റേഷനറി സ്റ്റോർ തുടങ്ങാനുള്ള ആഗ്രഹമുണ്ട്. പരിശുദ്ധ അമ്മ ഒരു ധനകാര്യ സ്ഥാപനം തന്നെ തുടങ്ങാനുള്ള വലിയ പദ്ധതി അവർക്ക് നൽകി. ഈശോ ദൈവം നമ്മോട് അരുളി ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നമുക്കായി ഒരുക്കുന്നത്. ഇവരുടെ ക്ഷേമത്തിനുള്ള പദ്ധതി ഇന്ന് വളരെയധികം ഇൻകം ടാക്സ് വരെ
ഇൻകം ടാക്സിന് കണക്ക് കൊടുക്കേണ്ട ഒരു വലിയ പദ്ധതിയിലേക്കാണ് പരിശുദ്ധ അമ്മ അവരെ നയിച്ചിട്ടുള്ളത്. അങ്ങനെ അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് വയലിൽ ഒളിഞ്ഞുകിടക്കുന്ന നിധി, സ്വർഗരാജ്യമെന്ന നിധി ഇവർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. വയലിൽ ഒരു നിധി ഉണ്ടെന്ന് കണ്ടാൽ നാം ആ സ്വർഗരാജ്യം വാങ്ങാനായി, മറ്റുള്ളതെല്ലാം വിറ്റ് ആ നിധി വാങ്ങാനായി, വയൽ വാങ്ങാനായി നാം കാത്തിരിക്കുമെന്ന് സ്വർഗരാജ്യത്തെക്കുറിച്ച് ഈശോ നമ്മെ ഉപമകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ടിനയ്ക്കും സിജോയ്ക്കും ഒരു വലിയ സ്വർഗരാജ്യം എന്ന ഈശോ എന്ന നിധി അവർക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയെല്ലാം, സങ്കടങ്ങളെയും കണ്ണുനീരിനെയും എല്ലാം ഈശോ കാണുന്നുണ്ട്. നമ്മുടെ പേരുകൾ അവിടുത്തെ ഉള്ളംകൈയിൽ എഴുതി സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉറപ്പാണ് ഈ ടിനയുടെയും സുജയുടെയും സാക്ഷ്യം. ഇവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ പരിശുദ്ധ അമ്മ പ്രവർത്തിക്കുന്നതിനും മധ്യസ്ഥം ഉപേക്ഷിക്കുന്നതിനും അവർക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി ഈ സാക്ഷ്യം